കുബേര ഡയറക്റ്റഡ് ബൈ ശേഖർ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോയ ഒരു ഫസ്റ്റ് ഹാഫ്. അതായത് ഒന്നാമത് ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. കുറേയൊക്കെ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്ലോട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞത് തന്നെ ഒരു ഏകദേശം 1.5-1.25 മണിക്കൂറോളം ഉണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. അപ്പോൾ ഈ 1.5 ഫസ്റ്റത്തെ ഈ സ്റ്റാർട്ടിങ്ങും അതായത് ഫസ്റ്റ് ഹാഫിൽ ഉള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ചില സമയത്ത് പേസ് ഒന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. ആ രശ്മിക വരുമ്പോഴാണ്, രശ്മികൻ്റെ കാര്യത്തിൽ ഞാൻ വരാം. അപ്പോൾ അങ്ങനെ രശ്മിക ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തീർന്ന് നല്ല രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. കുറേ ഇൻസിഡൻസും ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കൂമ്പി ഒറ്റ വാക്കി പറഞ്ഞാൽ അതാണ് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചത്. അതായത് അതൊരേ മര്യാദ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒറ്റ അങ്ങോട്ട് എന്താ ഇടല്, അങ്ങനെ നല്ലപോലെ കൊണ്ടുവന്നിട്ട് അവസാനം വെച്ചിട്ട് ഇങ്ങനെ ഇടണം, അങ്ങനെ തോന്നിപ്പിക്കണ ഒരു സെക്കൻഡ് ഹാഫിന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങും മോനെ ബോറടിച്ച് നമുക്ക് പലതും ഇങ്ങനെ കിടന്ന് സീറ്റിൽ കിടന്ന് വയ്ക്കൂല നമ്മൾ. അങ്ങനത്തെ ഒരു അവസ്ഥ ആണ് ഈ സിനിമേൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നത്. അപ്പോൾ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ഹാഫിൽ ഒന്നും എനിക്ക് നെഗറ്റീവ് പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ രശ്മിക പിന്നെ ഉടനീളം നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ഥിരം ഒന്നും എനിക്ക് രശ്മികൻ്റെ കരിയറിൽ തന്നെ ആകെ അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക് മറ്റേ വിക്കി കൗശലിൻ്റെ ചാവ സിനിമയിൽ ചെയ്ത റോളാണ്. കിട്ടുമായിരുന്നു. അവിടെ നല്ല നടിയാണ്, ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല നടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പടം ഇത് കുറേ പറയാനൊന്നുമില്ല. പിന്നെ ഒരു ധനുഷിൻ്റെ ഒരു ഡാൻസിലൊരു പാട്ട് മാത്രം എനിക്ക് ഇഷ്ടമായത്, ബാക്കിയൊക്കെ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇൻ്റർവെല്ലിന് ശേഷം അനാവശ്യ ഇമോഷൻസ് ആവശ്യത്തിനുണ്ട്. അതായത് അനാവശ്യ ഇമോഷൻസ് ഓവറായിട്ടുണ്ട്, അതായത് ഉദ്ദേശിച്ച്. അതിൽ രശ്മികിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ കരച്ചിലാണ്. അപ്പോൾ പിന്നെ ക്യാരക്ടറിൻ്റെ ഒരു പോക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇച്ചിരി വർത്താനം. അപ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷനാണ്. പിന്നെ ആ ഇൻ്റർവെല്ലിനാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തീരെ കണക്ഷൻ കിട്ടാത്ത കുറച്ച് ഇമോഷണൽ സാധനങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്തും ധനുഷ് കിടിലം പെർഫോമൻസ്, കിടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മേലേക്ക് ഈ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റില്ല. ആര് വന്നാലും ഇത് പെർഫെക്റ്റ്. ആ മാനറിസം ത്രൂ ഔട്ട് ഈ സിനിമയിൽ ധനുഷിൻ്റെ കാണാൻ പറ്റും. പിന്നെ അല്ലെങ്കിലും ഒരു ധനുഷിൻ്റെ പൊട്ടപ്പടാണെങ്കിൽ ധനുഷയിൽ കിട്ടും. ധനുഷിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അപ്പം അങ്ങനെ പോണ ഒരു പടം ടെക്നിക്കലി സിനിമ ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് കിട്ടുവാണ്, സെക്കൻഡ് ഹാഫ് ഊമ്പിപ്പോയി. അങ്ങനത്തെ ഒരു പടം. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 രീതിയിൽ ഞാൻ റിവ്യൂ പറയേണ്ടി വരും. അതാണ് ഞാൻ ആദ്യം തന്നെ തുടക്കം തന്നെ ഇഷ്ടപ്പെട്ടില്ല ആവറേജ് എന്ന് പറയുന്നത് അതാണ്. ഫസ്റ്റ് ഹാഫ് കിട്ടു, സെക്കൻഡ് ഹാഫ് ഇതാണ് അവസ്ഥ. മനസ്സിലായില്ല? അപ്പോൾ ഇത് 2 സിനിമ കണ്ട പോലെ തോന്നും ചില സമയത്ത്. കാരണം ഈ സിനിമ കണ്ട് എന്താ ഫസ്റ്റ് ഹാഫും കൊണ്ട് നിർത്തിയ രീതി കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി. അങ്ങനത്തെ ഒരു സെക്കൻഡ് ഹാഫ് മനസ്സിലായി. എനിക്കങ്ങനെ ഇനിയിപ്പോൾ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നേരെ തല കുത്തനെ ഇടുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഹാഫ് പോലെ സെക്കൻഡ് ഹാഫ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാരുടെ ഇടയിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരുമായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിന് അത്രയും വാല്യൂ ഉണ്ട്. കാരണം ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അവിടെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ വരത്തൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് എന്താ എന്ന് തോന്നിപ്പിച്ച പടാ. സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യുന്നു? അപ്പോൾ അതാണ്. പക്ഷെ നേരെ തല കുത്തനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വരത്തന്നെ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ കാണിച്ച് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും വാല്യൂ ഉണ്ട് സെക്കൻഡ് ഹാഫിന് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുന്ന സമയത്ത്. അത് തിയേറ്ററിൽ OTT ഇരുന്ന് കാണുമ്പോൾ ഇതിനൊക്കെ കണക്കാം. അവർ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരാളൊരു ഫാമിലിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രയും പണിയുണ്ട്. അങ്ങനെ പോയി കണ്ടിട്ട് ഇറങ്ങുന്ന ടൈമിൽ കിട്ടേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് കിട്ടുമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് 1.5-1.25 മണിക്കൂറോളം എൻഗേജിങ് ചെയ്യുന്നു. പക്ഷേ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് വന്ന് 1.5 മണിക്കൂർ 1.5 കൊല്ലെടുത്ത പോലെ തോന്നി എനിക്ക്. അത്രക്കും ബോറടി, ടിപ്പിക്കൽ സാധനം. പിന്നെ സ്ക്രിപ്റ്റ് ഇല്ല, അവർ എഴുത്തവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ സീന് മാത്രം പിന്നേക്ക് പോണ ഒരു ഫീലാണ്. അങ്ങനെ ബോറടിക്കും. പൊന്നു അമ്മ ഒരു ബോറടിക്കും. സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഈ ചിലവർക്കൊക്കെ കുറച്ചൊക്കെ എൻഗേജിങ് ചെയ്യുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. എനിക്ക് ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ സെക്കൻഡ് ഹാഫ് ഇരുന്ന് കാണാൻ. എനിവേ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടാക്സ് സൈനിങ് ഔട്ട്.